ഒരു പേരാക്കത്തി പോലും കൊണ്ട് നടക്കാത്ത ശിഹാബ് തങ്ങളുടെ ഗുണ്ടകൾ എന്തിനാണ്? കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട പുത്രനുണ്ടല്ലോ, ഒരു കുറ്റവും ചെയ്യാത്ത കുണ്ടൂരിലെ കുഞ്ഞു എന്ന ചെറുപ്പക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനല്ലേ, നോമ്പ് നോക്കുന്ന ചെറുപ്പക്കാരനല്ലേ, വിക്ർ ചെല്ലുന്ന ചെറുപ്പക്കാരനല്ലേ, തസ്ബീഹ് ചെല്ലുന്ന ചെറുപ്പക്കാരനല്ലേ? ഒരൊറ്റ കാര്യമല്ലേ അയാൾ ചെയ്തുള്ളൂ? ആദർശന്മാരുടെ മുന്നിലും അടിയറവെക്കാത്ത മഹാനായ ശൈഖുനാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ആ മഹാനായ പുണ്യവാനായ ആ ധീരനായ വിപ്ലവകാരിയായ ചിന്താശേഷിയുള്ള തുമ്പ് കൊണ്ടൊരു പ്രസ്ഥാനത്തെ നയിക്കുന്ന, ഒരു സംഘടനയെ നയിക്കുന്ന, ഒരു വലിയ ഇസ്ലാമിക കലാലയം സ്വന്തം കഴിവുകൊണ്ടും വൈഭവം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാലയങ്ങളിൽ ഒന്ന് കോഴിക്കോട്ട് നടത്തി ലീഗുകാരന്റെ നെഞ്ചത്ത് കൊടി ഉയർത്താൻ ചങ്കൂറ്റം കാണിക്കുന്ന മഹാനായ ശൈഖുനാ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ആ എ.പി. അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു എന്ന ഒറ്റ കാരണത്താലല്ലേ മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ കുഞ്ഞു എന്ന ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത്? എന്തിനാണ്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്നി കൈരളിയുടെ ചരിത്രത്തിലെ വേദനിക്കുന്ന ഓർമ്മയാണ് മഹാനായ മർഹൂം കുഞ്ഞു. ഇന്ന് കുഞ്ഞു ചരിത്രമാണ്, നവതലമുറക്കൊരു പ്രചോദനവും പാഠവുമാണ്. കുഞ്ഞു ഒരു ജ്വലിക്കുന്ന ആദർശബോധത്തിൻ്റെ പര്യായവും വരും കാലത്തിനൊരു കരുതിവെപ്പും ആവേശവുമാണ്. സുന്നി കേരളത്തിൻ്റെ വിജയമുന്നേറ്റത്തിൻ്റെ കാവലാളായിരുന്ന ആ ധീരപുരുഷന്റെ വീരസ്മരണകൾക്ക് മുന്നിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. കുഞ്ഞുവെന്നുള്ളൊരു നാമം ഒരാദർശ ബോധത്തിൻ പേരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെന്നാളും മോദിപ്പാടിക്കേണ്ട ചരിത സ്മൃതിയാണ്. നെഞ്ചില്ലാണയാതെ കത്തി നിൽക്കുന്നൊരു സ്നേഹവിളക്കാണ്. ഇഷ്കിന്റെ പഞ്ചമം പാടുന്ന കുണ്ടൂരുസ്താദോരും പോറ്റിയ മോനാണ്. കുഞ്ഞു വന്നുള്ളൊരു നാമം ഒരാദർശ ബോധത്തിൻ പേരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കൊന്നത്, ഇത് വധിച്ചത് PDP-ക്കാരാണോ അല്ല, ISS-കാരാണോ അല്ല, പേരാക്കത്തി പോലും കയ്യിൽ കൊണ്ട് നടക്കാത്ത ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് കൊന്നുകളഞ്ഞത്. സുന്നികളെ ഒരുപാട് വേദനിപ്പിച്ചു ഈ ഭാഗം. സമീപ സമയത്ത് മരണപ്പെട്ടു പോയ ശൈഖുനാ കുണ്ടൂർ ഉസ്താദ്, ആ ഉസ്താദിന്റെ കണ്ണുനീരൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. തന്റെ മകൻ കുഞ്ഞുവിനെ റമദാൻ 27 രാവിലെ കുത്തി അങ്ങ് കൊല്ലുകയാണ്. ആ കുത്തിക്കൊന്ന ഘാതകന് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടം ചെന്നിട്ട് മാലിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട വ്യസനമേറിയിടുന്നു കൽവിൽ ഓർത്ത് കുഞ്ഞുവിനെ, വ്യത പെരുത്തിയിടുന്നു സ്മൃതിയാൽ എന്റെ പൊന്നുവിനെ. ശൈഖുനാ കുണ്ടൂർ ഉസ്താദിൻ അരുബമോനല്ലേ, ശുഭകമായി വിരിയുന്ന മുന്നയായി പിരിഞ്ഞില്ലേ. കുണ്ടൂർ നോക്കുകയാണേ, കുണ്ടൂർ കരയൂല, അത് ഈമാന ജാതിയാണ്. ഞാനൊന്ന് ഓർക്കുകയാണ്, കുഞ്ഞുവിന്റെ മയ്യത്ത് കാണാനിരുന്നപ്പോ ഞാൻ കരഞ്ഞു പോയി. കുണ്ടൂരിന്റെ തോട് തട്ടി വരാ, കരിയല് വനെ കരിയല്ലി, അത് മയ്യത്തിന് ബുദ്ധിമുട്ടാട്ടോ, കരിയത് സെബറ് വേണോട്ടോ, മരിച്ച കുട്ടിയുടെ ബാപ്പയാണ് കരഞ്ഞ് നമ്മളോട് സംഭവം പറഞ്ഞിരുന്നു. ആ ഉസ്താദിന്റെ കുഞ്ഞുന്റെ കേസ് അങ്ങ് വിട്ടുപോയി. വക്കീൽ പറഞ്ഞു ഉസ്താദെ വിഷമിക്കണ്ട, അപ്പീൽ പോകാമെന്ന് പറഞ്ഞു. കുണ്ടൂർ പറഞ്ഞു ഞാൻ പർച്ചവല്ല അപ്പീൽ കൊടുത്തു, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അഹ്കമിൽ ഹാക്കിമീൻ റബ്ബിലേക്കാണ് അപ്പീൽ കൊടുത്തിട്ട് നിങ്ങൾ അപ്പീൽ വേണ്ടാന്ന് പറഞ്ഞാൽ കുണ്ടൂർ ഉസ്താദ് ഇപ്പൊ മരണപ്പെട്ടു പോയി. കൊണ്ടുവരാൻ കുത്തിയം കൊല്ലാണ്. അബ്ദുറബ്ബ് സാഹിബ് മറന്നുപോയിട്ടുണ്ടാവില്ല, അബ്ദുറബ്ബ് സാഹിബ് മറന്നുപോയിട്ടുണ്ടാവില്ല കുണ്ടൂരിലെ കുഞ്ഞുവിനെ. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതാവിന്റെ മകൻ ഒരു റമദാൻ ദിനത്തിലെ വൈകുന്നേരം കുണ്ടൂരങ്ങാടിയിലിട്ട് കുത്തി കൊലപ്പെടുത്തിയത്, അവർക്കുള്ള നിയമസഹായം നടത്തിക്കൊടുത്തത് ലീഗല്ലേ? അനുഗ്രഹത്തിന്റെ മാലാഖമാർ പ്രകാശം പരത്തിയ പ്രാർത്ഥനാധന്യമായ വിശുദ്ധരാവിൽ തമോയുഗ കാട്ടാളത്വത്തിന്റെ പ്രതീകങ്ങളായി പുനർജനിച്ച അക്രമ രാഷ്ട്രീയക്കാരുടെ കമ്പിപ്പാരകളും കടാരകളും കൊയ്തെടുത്ത ജീവൻ തെന്നിന്ത്യയിലെ ഗരീബ് നവാസ് ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപുത്രൻ കുഞ്ഞു. കുണ്ടൂരിലെ കുഞ്ഞു ഓർമ്മകളിൽ നിറയുകയായി. കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോമൽ പൂമകനല്ലേ,
കുടുംബ മഹിമയിലും തിളങ്ങിയില്ലേ, സത്യദീനിന് വേണ്ടി ത്യാഗം വഹിച്ചോരല്ലേ, എന്നും മരിക്കാത്ത ഓർമ്മയും തന്നവർ പോയില്ലേ. 44 ആളുകൾ വധിക്കപ്പെട്ടത് ആകാശത്ത് നിന്ന് പോത്തിന്റെ പുറത്ത് കാലമാടഞ്ഞിറങ്ങി വന്ന് കൊന്നു തള്ളിപ്പോയതല്ല ഇവരെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കൊന്നു തള്ളിയതാണ് ഇവരെ. എന്നിട്ട് അതേക്കുറിച്ച് ഒന്നും പറയാതെ ഇവിടെ കൊലപാതകത്തെക്കുറിച്ച് ധാർമ്മിക രോഷം കൊള്ളുന്നു. RSSകാരും BJPക്കാരും മറ്റു പല ആളുകളും മുസ്ലിം ശത്രുക്കളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെയും സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും ശത്രുക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. വിഞ്ഞമായ ഭാഷയിൽ അങ്ങ് എങ്ങ് മുസ്ലിം പേരിലുള്ളവർന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ. കുഞ്ഞു ഒരു കാലഘട്ടത്തിന്റെ ആദർശബോധത്തിന്റെ പര്യായമായിരുന്നു. ഒരു തലമുറയുടെ ഊർജമായിരുന്നു കുഞ്ഞു. മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപുത്രന്റെ ഓർമ്മകൾക്ക് മരണമില്ല. മർഹൂം മുഹമ്മദ് മറ്റത്തിന്റെ ജീവൻ തുടിക്കുന്ന വരികൾ ഇന്നും സുന്നി കേരളത്തിന്റെ ആത്മനൊമ്പരമായി ഹൃദയങ്ങളിൽ അലയടിക്കുന്നു. ആരെയും കരയിച്ചു കുഞ്ഞു യാത്രയായി, ആരെങ്ങമോർത്ത് ആരും കണ്ണീർ വാർക്കയായി, ആരെങ്ങമോർത്ത് ആരും കണ്ണീർ വാർക്കയായി. ആരെയും കരയിച്ചു കുഞ്ഞു യാത്രയായി, ആരെങ്ങമോർത്ത് ആരും കണ്ണീർ വാർക്കയായി, ആരെങ്ങമോർത്ത് ആരും കണ്ണീർ വാർക്കയായി. ആരാരും ആഗ്രഹിക്കും ആ മുഖമൊന്ന് കാണുവാൻ, ആരാരും കൊതിച്ചിടും ആ സ്വരമൊന്നു കേൾക്കുവാൻ, ആരാരും ആഗ്രഹിക്കും ആ മുഖമൊന്ന് കാണുവാൻ, ആരാരും കൊതിച്ചിടും ആ സ്വരമൊന്നു കേൾക്കുവാൻ. ഒരു കണ്ണുനീര് ആ മുഖത്ത് കാണുകയില്ല, ഒരു കണ്ണുനീര് ആ മുഖത്ത് കാണുകയില്ല, ഒരു കാതിനിയോ ആ സ്വരങ്ങൾ കേൾക്കുകയില്ല, ഒരു കാതിനിയോ ആ സ്വരങ്ങൾ കേൾക്കുകയില്ല. ഈ സമുദായത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന ഈ ഒരു സമുദായ പാർട്ടി എന്തുകൊണ്ടാണ് പലപ്പോഴും മലയാളി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. മത്സര രംഗത്ത് പരാജയപ്പെടുമ്പോഴാണ് മുസ്ലിം ലീഗുകാർ പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്കും ഗുണ്ടായുസത്തിലേക്കും ഒക്കെ നീങ്ങാറുള്ളത്. ഇത് മുസ്ലിം ലീഗ് നടത്തിയ ആദ്യത്തെ കൊലയൊന്നുമല്ല, നേരെ മറിച്ച് അവർ കൊലപ്പെടുത്തിയ ഒരുപാട് സുന്നി പ്രവർത്തകരുണ്ട്. ഈ കൊലപാതകത്തിൽ ഞാൻ ഒരിക്കലും തന്നെ ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബഹുവന്യരായ പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ അദ്ദേഹം ഇത് ഒരിക്കലും അറിയുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളിലേക്ക് പോകാനോ അദ്ദേഹത്തിന് കഴിയില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ലീഗിന്റെ പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഇതിനെ ശക്തമായി വിമർശിക്കുകയും മാത്രമല്ല അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ പരിമിതികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ലീഗിന്റെ ചില ആളുകളിൽ നിന്ന് നിങ്ങൾ വെട്ടിക്കോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, നമ്മൾ കുറെ മന്ത്രിമാരും MLA-മാരുണ്ടല്ലോ, അതൊക്കെ ശരിയാക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ അവിടെ കയറി ഇരിക്കുന്നത് എന്ന് പറയുന്ന ചില ആളുകൾ ലീഗിലുണ്ട്. അവർ ഏത് ആദർശത്തിന്റെ ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകരെ കൊണ്ട് ഇത്തരത്തിലുള്ള കൊല ചെയ്യാൻ പ്രേരണ നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയ കൊലകൾ പലതും നടക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലാറുണ്ട്, BJP കൊല്ലാറുണ്ട്, അങ്ങനെ പലരും കൊല്ലാറുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ എതിർ രാഷ്ട്രീയത്തിലുള്ള ആളുകളെയാണ് കൊല ചെയ്യാറുള്ളത്. ഇതൊന്നും മനുഷ്യത്വത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയ്ക്കോ യോജിക്കുന്നതല്ല. ഇവർക്കൊക്കെ ഏറ്റവും കടുത്ത ശിക്ഷ നൽകേണ്ടതുമാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമങ്ങളോ കൊലയൊക്കെ നടത്തുമ്പോൾ അതൊരിക്കലും തന്നെ ഒരു BJP-കാരനാവുകയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാവുകയോ ചെയ്യാറില്ല. മറിച്ച് അതെപ്പോഴും ഒരു സുന്നി പ്രവർത്തകനായിരിക്കും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് എന്തുകൊണ്ടായിരിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ അതിനോട് എപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആളുകളെ പോലും കൊല്ലാൻ അവർക്ക് സാധിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധിക്കുകയോ ചെയ്യാറില്ല. നേരെ മറിച്ച് എന്തുകൊണ്ടാണ് സുന്നി പ്രവർത്തകരെ മാത്രം ലീഗ് തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ്. ലോകതലങ്ങളിൽ ഇപ്പോൾ IS കൊലപ്പെടുത്തുന്ന ആളുകൾ അവർ മുസ്ലിമീങ്ങളെയാണ് കൊലപ്പെടുത്താറുള്ളത്. ആ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ തന്നെ അവർ സുന്നികളെയാണ് കൊലപ്പെടുത്താറുള്ളത്. അത് ഒരു പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് IS-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ ഇങ്ങനെ സുന്നികളെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാലത്ത് മുസ്ലിം ലീഗിൽ നിന്ന് സുന്നികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത് നമുക്കറിയാം. സീതി ഹാജിയുടെ കാലത്ത് നമുക്കൊരു സമ്മേളനം പോലും സുന്നികൾക്ക് നടത്താൻ അനുവദിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ സീതി ഹാജിയുടെ അതേ സ്വഭാവം പുലർത്തുന്ന ചില ആളുകൾ ഇപ്പോഴും മുസ്ലിം ലീഗിലുണ്ട്. അവരുടെ പ്രസ്താവനകളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ സുന്നികളെ ആക്രമിക്കാനും സുന്നികളെ കൊല്ലാനും ആഹ്വാനം ചെയ്യുന്നതാകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ലീഗുകാർ പിന്തുടരുമ്പോൾ അതിന്റെ ഉത്തരവാദികൾ ഇത്തരത്തിലുള്ള നേതാക്കളാണെന്ന് പറയാതിരിക്കാൻ
നിർവാഹമില്ല. എന്തുകൊണ്ടാണ് ഈ കൊലയിൽ അവർ സുന്നികളെ തെരഞ്ഞെടുക്കുന്നത്? നമുക്കറിയാം, ലോകതലങ്ങളിൽ IS എന്ന് പറയുന്ന സെലഫി വിഭാഗം, ഈ സെലഫി വിഭാഗം പലപ്പോഴും കൊല ചെയ്യുന്നതൊക്കെയും അതാത് രാഷ്ട്രങ്ങളിലുള്ള സുന്നികളായ പണ്ഡിതന്മാരെയും സുന്നി പ്രവർത്തകരെയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുന്നികളെ കൊല്ലാൻ ISന് പ്രേരണ നൽകുന്ന എന്തൊരു ഘടകമാണ് ഉള്ളത് അവിടെയെങ്കിൽ അതേ ഒരു ഘടകം മുസ്ലിം ലീഗിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ അത് തൊട്ടടുത്ത അവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെയാണ് കൊല ചെയ്യേണ്ടത്. ആ രൂപത്തിലാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ BJP ആണെങ്കിലും ഒക്കെ അവരുടെ കൊലപാതകങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ RSSകാർ കൊലപ്പെടുത്തുമ്പോൾ അത് നമുക്കറിയാം, RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു തീവ്രവാദികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ മുസ്ലിങ്ങളെ ആയിരിക്കും കൊല ചെയ്യുക. എന്നാൽ ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് അവരുടെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരുമായിട്ടാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ അല്ല കൊല്ലുന്നതും അല്ലെങ്കിൽ ആക്രമിക്കുന്നതും ഗുണ്ടകൾ അയച്ചുവിടുന്നതുമൊന്നും, നേരെ മറിച്ച് സുന്നികളെ ആകുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ISന് പ്രേരകമായ ഏതൊരു സെലഫിസമാണോ ഉള്ളത് എങ്കിൽ അത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വലിയ ഭാഗവും ഈ സെലഫിസം എന്ന് പറയുന്ന തീവ്ര വിശ്വാസത്തിന്റെ ഒരു ധാര അതിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. മാത്രമല്ല, നിങ്ങൾ വെട്ടിക്കോളൂ, നിങ്ങൾ കുത്തിക്കോളൂ, നിങ്ങൾ കൊന്നോളൂ എന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ അത് സുന്നികളല്ല, അത് IS ഏതൊരു ആശയമാണോ ഉൾക്കൊള്ളുന്നത്, സെലഫി ആശയമാണോ ഉൾക്കൊള്ളുന്നത്, അതേ സെലഫി ആശയത്തിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് ഇവർ തന്നെ ഇപ്പൊ നമുക്കറിയാം, സാക്കിർ നായിക് എന്ന് പറയുന്ന ലോക തീവ്രവാദത്തിനെതിരെയുള്ള അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാക്കിർ നായിക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനെതിരെ ഏതൊരു ആരോപണം വരുമ്പോഴും, കാരണം അദ്ദേഹം സെലഫിയാണ്, അദ്ദേഹത്തിനെ ഇവിടെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു പൊളിറ്റിക്കൽ വിഷയമല്ല, അവർക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. നേരെ മറിച്ച് അവിടെ പ്രൊജക്ടറുമായി അവിടെ ആരെങ്കിലും ഷാക്കിർ നായിക്കിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് മറുപടി പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കുന്ന ആളുകളും മുസ്ലിം ലീഗിലുണ്ട്. അപ്പോൾ ഇതൊരു സെൽഫി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആയി മാറുന്നുണ്ടോ? ലോക തീവ്രവാദങ്ങൾ മുഴുവനും അത് സെൽഫി ഐഡിയോളജിയുടെ ഭാഗമാണ് എന്ന് ലോകം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഐഡിയോളജി ആണോ മുസ്ലിം ലീഗ് പിന്തുടരുന്നത് എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സുന്നി കൊലപാതകങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ എന്നെ ചില ലീഗുകാർ അദ്ദേഹം ലീഗ് വിരോധിയാണെന്ന് പറയും. പക്ഷേ ലീഗ് വിരോധമല്ല, നിഷ്പക്ഷമായി കാര്യം വിലയിരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഒരു സുന്നി പ്രവർത്തകനെ കൊല ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ ന്യായീകരിച്ചാണോ സംസാരിക്കേണ്ടത്? ഞാൻ ഒരു നിഷ്പക്ഷമായ രൂപത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരണം ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ തങ്ങൾ നിയന്ത്രിക്കേണ്ട ചില വശങ്ങൾ തങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്നത് സത്യം തന്നെ. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകാം, പരാജയപ്പെടാനും വിജയിക്കുമ്പോഴൊക്കെ അത് ഉൾക്കൊള്ളാൻ ഒരു പാർട്ടിക്ക് സാധിക്കണം. അല്ലാത്ത ആളുകൾ പിരിച്ചുവിട്ട് അവരുടേതായ വഴി സ്വീകരിക്കാം. അതുകൊണ്ട് ഞാൻ ഉറപ്പെടുത്തുന്നു, പരാജയപ്പെട്ടതിന്റെ പേരിൽ സുന്നി പ്രവർത്തകരെ കൊല ചെയ്ത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അരിശം തീർക്കുന്ന ഈ നിലപാട് ലീഗ് നിർത്തിവെക്കേണ്ടതുണ്ട്. KMPയെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് ശിക്ഷ നൽകാത്തതിന്റെ പേരിൽ ലീഗുകാർ നിലവിളിക്കുകയാണ്. എന്തുകൊണ്ട് പിണറായി ശിക്ഷ കൊടുത്തില്ല എന്ന് പറയുകയാണ്. ഇവിടെ ഈ സുന്നികളെ, അത് ആരാവട്ടെ, ഏത് സുന്നികളായാലും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ഇവിടെ മുസ്ലിം ലീഗുകാരെ പോലെ കൊലപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. ഇത്തരം അന്യായമായ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സഹോദരങ്ങളിൽ സംസാരിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെ ഇത്തരം കൊലപാതകങ്ങൾ ഇനി സംഭവിക്കാൻ പാടില്ല. അതിന് വേണ്ട കടുത്ത നിലപാടുകളും കടുത്ത നിയമങ്ങളും ഉപയോഗപ്പെടുത്തി പിടിച്ച് ജയിലിലടച്ച് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.